ആൺസിംഹവും പെൺകടുവയും ഇണം ചേർന്നുണ്ടാകുന്ന മൃഗമാണ് ലൈഗർ. മൃഗശാലകളിലാണ് ഇത്തരം പ്രജനനങ്ങൾ നടക്കാറ്. ലൈഗറുകളുടെ മാതാപിതാക്കൾ ഒരു ജനുസിൽ ആണെങ്കിലും വ്യത്യസ്ത സ്പീഷീസുകളിലായിരിക്കും എന്ന് മാത്രം. ഇരു സ്പീഷീസുകളുടെയും ഗുണഗണങ്ങൾ പ്രദർശിപ്പിക്കുന്നവയാണ് ലൈഗറുകൾ. കടുവകളെ പോലെ നീന്തൽ ഇഷ്ടപ്പെടുന്ന ഇവ സിംഹങ്ങളെ പോലെ കൂടുതൽ സാമൂഹിക ജീവിതവും നയിക്കുന്നവരാണ്. മൃഗശാലകളിലോ അതുപോലെയുള്ള നിയന്ത്രിത സാഹചര്യങ്ങളോ മാത്രമാണ് സിംഹക്കടുവകൾ ജനിക്കുന്നതും ജീവിക്കുന്നതും. വനങ്ങളിൽ സിംഹവും കടുവയും തമ്മിലുള്ള സ്വാഭാവിക ഇടപഴകലിന് അവസരങ്ങൾ ലഭിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. ഏഷ്യയിലാണ് ആദ്യമായി ലൈഗറുകൾ ജനിച്ചതെന്നാണ് കരുതുന്നത്. മാർജാരവർഗത്തിലെ ഏറ്റവും വലിയ ജീവികളാണ് ലൈഗറുകൾ. മാതാപിതാക്കളെക്കാളും വലിപ്പമുണ്ട് ഇവയ്ക്ക്. ഭാരവും കൂടുതലാണ്. 3.5 മീറ്റർ നീളവും 300 കിലോഗ്രാമിലധികം ഭാരവും ഇവയ്ക്ക് ഉണ്ടാകും. ജനിച്ച ശേഷം ലൈഗർ കുട്ടികൾ ഓരോ ദിവസവും 1/2 കിലോഗ്രാമോളം ഭാരം വയ്ക്കും. ഒരു വയസ്സാകുന്നതോടെ 165 കിലോഗ്രാമോളം ഭാരം ഇവയ്ക്ക് ഉണ്ടാകും. 3 വയസ്സോടെ 300 കിലോഗ്രാമിലധികം ഭാരം വയ്ക്കും. മിയാമിയ മൃഗശാലയിൽ ഉണ്ടായ ഹെർക്കുലീസ് എന്നു പേരുള്ള ലൈഗറാണ് ജീവിച്ചിരിക്കുന്നവരിൽ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ മാർജാര വംശജീവിയായി കണക്കാക്കുന്നത്. 410 കിലോഗ്രാമാണ് ഹെർക്കുലീസിന്റെ ഭാരം. വിസ്കോസനിൽ ജീവിച്ചിരുന്ന നൂക്ക് എന്ന ലൈഗറിന് 550 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്നു. 2007 ഈ ലൈഗർ മരിച്ചു. 80 കിലോമീറ്ററോളം വേഗത്തിൽ ഓടാൻ ലൈഗറുകൾക്ക് കഴിവുണ്ട്. വ്യത്യസ്ത സ്പീഷീസുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ജീവികൾക്ക് പ്രജനനശേഷി ഉണ്ടാകാറില്ല. സാധാരണഗതിയിൽ ലൈഗറുകൾക്കും പ്രജനനശേഷി കാണാറില്ല. എന്നാൽ ചില സാഹചര്യങ്ങൾ ഇവരും പ്രജനനശേഷി പ്രകടിപ്പിച്ചിട്ടുണ്ട്.